നമസ്കാരം. കൊല്ലം സുധിയുടെ ഭാര്യ എന്ന രീതിയിലാണ് പ്രേക്ഷകർ രേണുവിനെ അറിഞ്ഞു തുടങ്ങിയത്. എന്നാൽ ഇന്ന് രേണുവും ഒരു അഭിനേത്രിയാണ്. സുധിയുടെ മരണശേഷമാണ് ഭർത്താവിന്റെ പാത പിന്തുടർന്ന് രേണുവും അഭിനയത്തിലേക്ക് എത്തിയത്. 32-കാരിയായ രേണുവിന്റെ രണ്ടാം വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറെ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇപ്പോഴിതാ രണ്ടാം വിവാഹം കഴിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയുമായി എത്തിയിരിക്കുകയാണ് രേണു. താൻ ഇനി ഒരാളെ വിവാഹം ചെയ്താൽ അയാളെ ജനങ്ങൾ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ലെന്നും ആ റിസ്ക് എടുക്കാൻ പറ്റിയ ഒരാൾ വന്നാൽ മാത്രമേ വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കൂവെന്നും പറയുകയായിരുന്നു. രണ്ടാം വിവാഹം ലോകത്ത് ആദ്യമായി നടക്കുന്നതൊന്നുമല്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഞാൻ ഇനി ഒരുത്തനെ കെട്ടിയാൽ നാട്ടുകാർ അവനെ തല്ലിക്കൊല്ലും. രേണു സുധി എന്ന ഞാൻ യഥാർത്ഥത്തിൽ വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ മനുഷ്യനെ ആളുകൾ വെറുതെ വിടുമോ? പാവം ആ മനുഷ്യനെ കൂടി ഞാൻ ഇതിലേക്ക് ഇടണോ? ആ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഇനി ഒരു വിവാഹത്തിലേക്ക് കടന്നാലുള്ള അഭിപ്രായം എന്താണെന്നറിയാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെറുതായി ഒരു ബോംബ് ഇട്ട് കൊടുത്തിരുന്നു. അത് വൈറലായിരുന്നു. രേണു സുധി പ്രണയത്തിൽ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിക്കുകയും ചെയ്തു. എനിക്കൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആളായിരിക്കണം ഇനി എനിക്ക് വരാൻ പോകുന്ന ആൾ എന്നാണ് രേണു പറഞ്ഞത്. രേണുവിൻ്റെ തോന്നൽ ശരിയാണെന്നാണ് വീഡിയോ വൈറലായതോടെ വരുന്ന കമൻറ്റുകളും. രേണുവിനെ ഇപ്പോൾ തെറി പറയുന്നവർ ഇനി ഒരു കാലത്ത് ഒന്ന് കാണാൻ കൊതിക്കും. രേണുവിനെ വളരെയധികം ഇഷ്ടമാണ്. കാരണം തൻ്റേടിയായിട്ടുള്ളൊരു സ്ത്രീയാണ് പാവം രേണു. എല്ലാവർക്കും രംഭയാകാൻ പറ്റില്ലല്ലോ, ജീവിച്ചു പൊയ്ക്കോട്ടെ പാവം. ഒരു വ്യക്തി അപമാനിക്കാനും ചവിട്ടി തേക്കാനും നമ്മൾ മലയാളികൾ മുന്നിലാണ്. ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ വന്നാൽ സഹായിക്കാൻ ആരും കാണില്ല, അപമാനിക്കാൻ എല്ലാവരും കാണും. ആര് ചവിട്ടി താഴ്ത്തിയാലും അവിടെ നിന്നും പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റ് രേണു മുന്നോട്ട് പോകണം എന്നിങ്ങനെയൊക്കെയാണ് രേണുവിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ. മൂത്ത മകൻ കിച്ചു ഒരിക്കലും തന്നെ തള്ളി പറയില്ലെന്നും രേണു പറയുന്നു. കിച്ചു എന്നെക്കുറിച്ച് ഒരിക്കലും നെഗറ്റീവ് പറയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഞങ്ങൾ തമ്മിലുള്ള വിശ്വാസം അതാണ്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നതെന്നും രേണു പറയുന്നു. കോളേജ് വിദ്യാർത്ഥിനിയാണ് രേണുവിൻ്റെ മൂത്ത മകൻ കിച്ചു എന്നറിയപ്പെടുന്ന രാഹുൽ. രേണുവിൻ്റെ ഋതുൽ എന്നൊരു മകൻ കൂടിയുണ്ട്. മ്യൂസിക് വീഡിയോകൾ, മോഡലിംഗ്, പരസ്യ ചിത്രങ്ങൾ, സിനിമകൾ എന്നിവയാണ് ഇപ്പോൾ രേണുവിൻ്റെ വരുമാന മാർഗം. അഭിനയത്തോട് താല്പര്യമുള്ള ആളാണ് രേണു. പക്ഷേ രേണുവിൻ്റെ അഭിനയത്തിന് വിമർശനമാണ് പ്രേക്ഷകരിൽ നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. വലിയ രീതിയിലുള്ള ബോഡി ഷേമിങ്ങും സൈബർ ബുള്ളിങ്ങും രേണു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നേരിടുകയാണ്.